വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സ് ഐറ്റം ആയിട്ടാണ്. നമ്മുടെ രാവിലെ ഇഡലിയൊക്കെ തയ്യാറാക്കി ഇഡലി മാവ് ബാക്കി വരില്ലേ, അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ട. ഇഡലി മാവ് ബാക്കി വന്നാൽ നമ്മൾ സാധാരണ ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് ദോശയോ അല്ലെങ്കിൽ വീണ്ടും ഇഡലിയൊക്കെ ആക്കി അതെങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കും അല്ലേ. ഇനി അതല്ല, നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു സവാള ഇതുപോലെ ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ കുരുമുളക് വേണ്ടുന്നവർ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷേ കുരുമുളക് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. കഴിക്കുമ്പോൾ നമ്മുടെ ഉഴുന്ന് വടയൊക്കെ കഴിക്കുന്നത് പോലെ ഇരിക്കും. അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും, നമുക്കൊരു ഫീൽ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മാവിലോട്ട് ഈ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക്, മുഴുവനും വേണ്ട, കുറച്ച് മതി. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇഡലി മാവിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടല്ലേ ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രമില്ലേ, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം, ആ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ കൂട്ട് ഒഴിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. സാധാരണ നമ്മൾ ഇഡലി മാവൊക്കെ ബാക്കി വന്നാൽ പിന്നെയും നമ്മൾ വൈകുന്നേരം ഇഡലി എണ്ണയിലേക്ക് ദോശ ഉണ്ടാക്കും. അത് കഴിക്കുമ്പോൾ കുട്ടികൾക്കായാലും ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലൊന്ന് ആക്കി കൊടുക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അവർക്ക് ഇങ്ങനെ ഉണ്ണിയപ്പം എടുത്ത് കഴിക്കുന്നത് പോലെ മധുരമില്ലെന്നേ ഉള്ളൂ, ഒരു ചെറിയൊരു എരിവുള്ളതൊരു സ്നാക്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ കുഴിയിലും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാത്തിലും ഒരു ഇത്ര മതി, അധികം എണ്ണയൊന്നും ഇതിന് വേണ്ട. കുറച്ച് എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകണം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുഴിയിലോട്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിനായിട്ട് ഒന്നും മാവരയ്ക്കോ ആക്കോ ഒന്നും വേണ്ട. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനി തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അപ്പം 2 സൈഡും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. കണ്ടില്ലേ?
കൂടി നമുക്കിതുപോലെ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ നേരത്തെ ഒഴിച്ച് തന്നെയാണ്, പിന്നെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിന് ഓയിലൊന്നും അധികം വേണ്ട. അതുകൊണ്ട് ഓയിലി ഫുഡായി പോകുമെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. കുറച്ച് ഓയിൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വൈകുന്നേരം നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.